നീ എന്നെ ഇന്ന് കളിക്കാൻ വരാഞ്ഞേ? ക്യാപ്റ്റൻ അല്ലേ പറഞ്ഞേ ആളായിന്ന്, ഞാനാണ് ഈ റിസർവ് പ്ലെയർ ആണല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു നീ കളിക്കാണ്ടിരിക്കാൻ വരാൻ പാടുണ്ടോ? അല്ല ക്യാപ്റ്റ, ഞാൻ വൈഫിനെ ഒന്ന് ലിഫി വാലി സെന്ററിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അവളോട് പോവാൻ പറയടാ, നീ ക്രിക്കറ്റ് കളിക്കാൻ വാ, പിന്നെ ആണെങ്കിലും അവളെ ഡീൽ ചെയ്യാലോ. നമ്മുടെ ടീം മുന്നോട്ട് പോകണമെങ്കിൽ നീ വന്നിരിക്കണം. നമ്മൾ ക്വാർട്ടറിൽ കയറി, നീ പെട്ടെന്ന് വാ കേട്ടോ, സമയമില്ല. അടങ്ങിയിരിക്കേ. ക്വാർട്ടർ ഫൈനൽ ക്യാപ്റ്റൻ വിളിച്ചല്ലേ, വൈഫിനെ എന്ത് ചെയ്യും? അവളെ ടാക്സി കയറ്റില്ല, എന്തായാലും കളിക്കാൻ പോകും. അളിയാ കൺട്രോൾ, അളിയാ കൺട്രോൾ. 15 മിനിറ്റ് ആയില്ല, അവനെന്താ വരാത്തെ? ഇല്ലടാ, കറക്റ്റ് ടൈമിങ്. നീ കാറിനല്ലേ വന്നേ? നമുക്ക് ബാറ്റിംഗ് കാണാം, ബോളിംഗ് കാണാം. അതിനൊക്കെ ഇനി സമയമില്ല. എടാ ജെറിലെ, ഇത് നമ്മുടെ പുതിയ പ്ലെയർ ജിതിൻ. എടാ ജിതി, ഇതാണ് ഞാൻ പറഞ്ഞ ജെറില്. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ടീമിൻ്റെ എല്ലാം ഇവനില്ലാണ്ട് നമ്മുടെ ടീം മുന്നോട്ട് പോകത്തേ ഇല്ല. എടാ ജെറിലെ, ഇങ്ങനെ വന്നേ, ഒരു കാര്യം പറയട്ടെ. എടാ നമ്മുടെ ജിതിനില്ലേ, അവനാണെങ്കിൽ കിൽക്കണിയിലാണ് താമസിക്കുന്നത്. അവന് ബസ്സിന് പോകാനാണെങ്കിൽ ഒരു 2-2.5 മണിക്കൂർ എടുക്കും. പക്ഷെ ഒരു കാറുണ്ടെങ്കിലുണ്ടല്ലോ, ഒരു 20 മിനിറ്റ് അങ്ങോട്ടും ഒരു 20 മിനിറ്റ് ഇങ്ങോട്ടും. എനിക്കറിയാം. അവൻ അർജൻറ്റായിട്ട് വീട് വരെ ഒന്ന് പോകണം. അപ്പൊ ഞാൻ അവന്റെ റീപ്ലേസ്മെന്റ് അല്ല, നീ അവനെ ഒന്ന് കൊണ്ടുവിടണം. എടാ അവനൊന്ന് കക്കൂസി പോകണം. അവൻ ഇവിടെ എവിടെയും പോയാ പോരെ? അവനാണെങ്കിൽ അവൻ്റെ വീട്ടിലെ കക്കൂസിൽ ഇരുന്നാൽ മാത്രമേ കാര്യം സാധിക്കൂ. ഒന്ന് ആലോചിച്ചപ്പോൾ ശരിയാ, നമ്മളാണെങ്കിലും നമ്മുടെ വീട്ടിലെ കക്കൂസിൽ ഇരുന്നാലല്ലേ കാര്യം നടക്കുന്നത്, എവിടെ പോയാലും. അപ്പോൾ ക്വാർട്ടർ ഫൈനൽ അത് കളിക്കാൻ ഇവിടെ വേറെ ആമ്പിള്ളേർ. ഇതൊരു തീട്ട കേസായിക്കൊണ്ടാണ് നിന്നെ വിളിച്ചത്. നിനക്ക് പിന്നെ ഇതൊക്കെ ഡീൽ ചെയ്ത് നല്ല ശീലമുണ്ടല്ലോ. പിന്നെ അവനെ വിട്ടിട്ട് പെട്ടെന്നെങ്കിൽ പോന്നേക്കണം. സെമി ഫൈനൽ കളിക്കാവുള്ളേ കേട്ടോ, തുടങ്ങല്ലേ. ഇവിടെ എന്താണ് ഒരു മണത്തോണ്ട് വയ്ക്കാം, വേഗം വാണ. എടാ ചേർലേ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. എടാ നീ പോയിട്ട് വരുന്ന വഴിക്കല്ല എൻ്റെ വീട്. എനിക്കറിയാം. എൻ്റെ പെണ്ണുമ്പിളയ്ക്ക് ലിഫി വാലി വരെ ഒന്ന് പോകണം. അവളെ ഞാൻ ഇന്ന് പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാമെന്ന് ഏറ്റുപോയതാ. നീ ഒന്ന് അവളെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ സെമി ഫൈനൽ നിനക്ക് വന്നിട്ടാണെങ്കിലും ഫൈനൽ കളിക്കാമല്ലോ. അത് അവിടെ ഇവിടെ ഒന്ന് നോക്കി നിന്നേക്കല്ലോ കേട്ടോ. പെട്ടെന്ന് നീ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ കളിക്കാം കേട്ടോ. നമ്മുടെ ടീം മുന്നോട്ട് പോകണമെങ്കിൽ നീ വന്നിരിക്കണം. എനിക്ക് അത്രേ പറയാനുള്ളൂ, ബാക്കി നിൻ്റെ ഇഷ്ടം. ശരി.